എല്ലാ പ്രേക്ഷകർക്കും അസ്രഫുറിയും മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്നേഹിക്കാത്തവർ നിങ്ങളെ തേടി വരും, ഇത് കേട്ട് നോക്കൂ, ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളെ ചിലർ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവർ നിങ്ങളെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് എപ്പോഴും കരുതുന്നുണ്ട്. അവരുടെ സ്നേഹം കിട്ടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ എവിടെയോ അത് കിട്ടാതെ പോകുന്നു. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെന്നും കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ എപ്പോഴും നിങ്ങളെ അവർ സ്നേഹിച്ചിരുന്നെങ്കിലെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരുടെ സ്നേഹം നിങ്ങൾ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ സ്നേഹം കിട്ടാതെ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട്. നിങ്ങളിപ്പോൾ അലട്ടുന്ന പ്രശ്നവും അത് തന്നെ. എന്തുകൊണ്ട് അവരെന്നെ സ്നേഹിക്കുന്നില്ല? ഞാൻ മറ്റെല്ലാവരെയും സ്നേഹിക്കുന്ന ആളല്ല. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ തട്ടി വന്ന ചില ബന്ധങ്ങൾ, ആ ബന്ധങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എപ്പോഴും സ്വപ്നം കാണുന്നത് അവരെന്നെ ഒന്ന് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലെന്നാണ്. അവരെന്നെ ഒന്ന് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ അവരിലേക്ക് എത്രയോ വേഗതയിൽ എത്തിച്ചേരുമായിരുന്നു. നിങ്ങളിപ്പോഴും അതിനെ ആഗ്രഹിക്കുന്നു. പക്ഷേ അവർ ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സ്ഥാനം ലഭിക്കുന്നില്ല. നിങ്ങളെ ഒരു അന്യനായോ എപ്പോഴും അവർ കാണുകയാണ്. അത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചത് അവർ നിങ്ങളുടേതാകാനാണ്. നിങ്ങൾ അത്രത്തോളം അവരെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും അവരുണ്ട്. അവരില്ലാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അവരെ വേണ്ടെന്ന് വെക്കാൻ നിങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നില്ല. എപ്പോഴും അവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തന്നെയാണ് നിങ്ങൾ കരുതുന്നത്. കാരണം അവർ നിങ്ങളിൽ അത്രത്തോളം സ്വാധീനം ഉണ്ടാക്കിയിരിക്കുന്നു. അവരുടെ നിശബ്ദമായ സ്വാധീനം നിങ്ങളെ കീഴടക്കിയിരിക്കുന്നു. അവരുടെ ചിരി, അവരുടെ നോട്ടം, അവരുടെ ചിന്ത, അവരുടെ സംസാരം, അവരുടെ പെരുമാറ്റം, അവരെ കാണുന്നത് പോലും നിങ്ങളുടെ മനസ്സിൽ അത്രത്തോളം സന്തോഷം ഉണ്ടാക്കുന്നു. എനിക്ക് ഈശ്വരൻ നൽകിയത് എന്ന് പോലും നിങ്ങൾ ഉറപ്പിച്ച് വെച്ച ചില ആളുകൾ എങ്ങനെ അവരിലേക്ക് എത്താം? അവർ ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് നിങ്ങൾ അകപ്പെടുന്നു. അവരൊന്ന് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അവരുടെ ഇഷ്ടം ലഭിക്കാനും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു. എപ്പോഴും അവരിലൂടെ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അവർ നിങ്ങൾക്ക് നൽകിയ സന്തോഷം, അവർ നിങ്ങൾക്ക് നൽകിയ ഇഷ്ടം, അത് എത്രത്തോളം ലഭിക്കുമോ അത്രത്തോളം ലഭിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത എന്ന് പറയുന്നത് അവരോടൊപ്പം സമയം ചിലവഴിക്കുക എന്നുള്ളതാണ്. അവരോടൊപ്പം മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പലപ്പോഴും അതിന് കഴിയാതെ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വല്ലാത്ത ഒരു ദുഃഖം ഉണ്ടാകുന്നു. അവർക്കൊപ്പം സഞ്ചരിച്ച് അവർക്കൊപ്പം നേട്ടങ്ങൾ കൊയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അവരില്ലാതെ ഒരടി പോലും മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അവർ നിങ്ങളെ സംബന്ധിച്ച് അത്രത്തോളം പ്രിയപ്പെട്ടവരാണ്. അവരെ സംബന്ധിച്ച് ഉള്ള എല്ലാ ചിന്തയും, അവരെ സംബന്ധിച്ചുള്ള എല്ലാ ആഗ്രഹങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട്. അവർ നിങ്ങളുടേതാകുന്ന ആ നിമിഷം കാത്താണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് അവരില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ എന്നിട്ടും അവർ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നില്ല. അവർ മറ്റുള്ളവരെയാണ് സ്നേഹിക്കുന്നത്. അത് നിങ്ങൾക്കൊട്ടും സഹിക്കുന്നില്ല. അവർ മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ഈ ലോകത്ത് ഒറ്റപ്പെട്ടതുപോലെ നിങ്ങൾക്ക് തോന്നുന്നു. എങ്ങനെ അവരെന്നെ സ്നേഹിക്കും? എന്നവരെന്നെ സ്നേഹിക്കും? അവരുടെ മനസ്സിൽ ഞാൻ എപ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആദ്യം വേണ്ടത് ഒരു ആത്മവിശ്വാസമാണ്. നിങ്ങൾ അവരെ സ്വന്തമാക്കും എന്നുള്ളൊരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇനി നിങ്ങൾക്ക് ഈശ്വരൻ ഒരു അനുഗ്രഹം നൽകിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ശക്തി ഒരു അനുഗ്രഹം നൽകിയില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അവരെ സ്വന്തമാക്കാൻ സാധിക്കില്ല. ആ യാഥാർത്ഥ്യം നിങ്ങളുടെ മനസ്സിൽ ഉൾക്കൊള്ളുക. കാരണം നിങ്ങളെ അവർക്ക് കിട്ടുവാനുള്ള അവരുടെ ഭാഗ്യവും അവരെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള നിങ്ങളുടെ ഭാഗ്യവും ഒന്നായും തീരുമ്പോൾ മാത്രമേ
നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒന്നിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരു ശക്തിക്കും ഒരു സാഹചര്യത്തിനും നിങ്ങളെ ഒരുമിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശക്തി ഒരു തീരുമാനത്തിലേക്ക് എത്തണം. നിങ്ങളുടെ ശക്തി നിങ്ങളെയും അവരെയും ഒന്നിക്കാൻ തുനിഞ്ഞ് ഇറങ്ങിയാൽ അല്ലെങ്കിൽ തീരുമാനിച്ചാൽ അതിനെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല. അതായത് നിങ്ങൾ ഒന്നായി മുന്നോട്ട് പോകും. നിങ്ങൾക്ക് ആ കാര്യത്തിലൊരു സംശയവും വേണ്ട. വേർപിരിയാതെ എന്നെന്നും ഒരുമിച്ച് നിലനിന്ന് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ആ ഒരു ഭാഗ്യം ഉണ്ടാകുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ ശക്തിയോട് കൃത്യമായി പ്രാർത്ഥിക്കുക, എന്നിലൊരു ആത്മവിശ്വാസം ഉണ്ടാക്കുക, ആ വ്യക്തിയെ നേടുമെന്നുള്ളത് അത് ഉണ്ടാകേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ചിറകിലേറി നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളിലെ മാറ്റം കൃത്യമായിട്ട് മനസ്സിലാക്കും. നിങ്ങൾ വിലയില്ലാതെ ആ വ്യക്തിയുടെ പുറകെ നടക്കുന്നില്ല, നിങ്ങൾ ഒന്നിനും വേണ്ടി യാചിക്കുന്നില്ല. നമ്മൾ മറ്റൊരാളുടെ ഇഷ്ടം യാചിക്കുമ്പോൾ അതൊരിക്കലും ലഭിക്കുകയില്ല. യാചിച്ച് പുറകെ നടക്കുന്നവർക്ക് വേണ്ടി ആരും ഇഷ്ടം നൽകുന്നുമില്ല. പക്ഷേ ആ ഇഷ്ടം നിങ്ങളുടെ മനസ്സിൽ മാത്രം സൂക്ഷിക്കുക. നിങ്ങൾ അങ്ങോട്ട് കാണിച്ചിട്ടും ഇതുവരെ നൽകാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കേവലം അത് മനസ്സിൽ മാത്രം വെക്കുക. എന്നിട്ട് അവർക്ക് മുന്നിലൂടെ അവരെ പരിഗണിക്കാത്ത രീതിയിൽ അഭിനയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ അവർക്ക് മുന്നിലൂടെ സഞ്ചരിക്കുമ്പോഴും നിങ്ങൾ അവർക്ക് മുന്നിലൂടെ കടന്നു പോകുമ്പോഴും അവർ മനസ്സിലാക്കുന്നത് അവരെ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ലോകത്ത് തന്നെ മൈൻഡ് ചെയ്യാത്തവരെ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ അവരെന്താണ് കാണിക്കുന്നതെന്ന് നോക്കാൻ മനുഷ്യന് സ്വാഭാവികമായ ഒരു ജിജ്ഞാസ ഉണ്ട്. നിങ്ങൾ ഇത്രയും കാലം അവരുടെ പുറകെ നടക്കുന്നു, അതിനൊരു ഫലവും കിട്ടുന്നില്ല. ഇനി നിങ്ങൾ അവരോടുള്ള സ്നേഹം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അവർക്ക് മുന്നിലൂടെ നിങ്ങൾ ജീവിതത്തിൻ്റെ ആകർഷിക്കുന്ന ചില ഘടകങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ ചില നേട്ടങ്ങളിലേക്ക് പോവുക. ഭൗതികമായ ചില നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്നിട്ട് അവർക്ക് മുന്നിലൂടെ അവരെ പരിഗണിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് മുന്നിലൂടെ മറ്റു ചിലരെ പരിഗണിക്കുന്നതായിട്ട് നിങ്ങൾ കാണിച്ചിട്ട് അല്ലെങ്കിൽ അഭിനയിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവരല്ലാത്ത മറ്റെല്ലാവരെയും നിങ്ങൾ പരിഗണിക്കുന്നു. അവരെ മാത്രം നിങ്ങൾ പരിഗണിക്കാത്തൊരവസ്ഥ പുറമേ സംജാതമാകുന്നു. അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും, ഈ വ്യക്തി ഇപ്പോൾ എന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു ബോധ്യം അവരുടെ മനോമണ്ഡലത്തിലുണ്ടാവുന്നു. എന്തുകൊണ്ട് ഈ വ്യക്തി ഇപ്പോൾ എന്നെ പരിഗണിക്കുന്നില്ല? അവരതിനെക്കുറിച്ച് അന്വേഷിക്കും. ഒരു മനുഷ്യൻ്റെ ചിന്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ട് ഇത്രയും കാലം എനിക്ക് പുറകെ നടന്ന എൻ്റെ ദയ കാത്തു നിന്ന ഒരാൾ ഇപ്പോൾ പെട്ടെന്ന് എന്നെ എന്തുകൊണ്ട് പരിഗണിക്കാതിരിക്കുന്നു? ആ ചിന്ത അവരെ നിങ്ങളിലേക്ക് ചിന്തിപ്പിക്കും. ഒരുപക്ഷെ ആദ്യം അവരത് സ്വീകരിച്ചേക്കാം, എങ്കിൽ എനിക്ക് ശല്യം തീർന്നു എന്നുള്ള രീതിയിൽ അവർ പരിഗണിച്ചേക്കാം. പക്ഷെ പിന്നെ അവരതിനെക്കുറിച്ച് ചിന്തിക്കും, ഈ വ്യക്തി എന്നെ അവഗണിക്കുന്നതിന് കാരണമെന്താണ്? ആ വ്യക്തി നിങ്ങൾ അവഗണിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടാതിരിക്കുന്നുണ്ടോ എന്നുള്ളതല്ല ചോദ്യം. ആ വ്യക്തി ആദ്യമായിട്ട് നിങ്ങളുടെ അവഗണനയെക്കുറിച്ച് ചിന്തിക്കും. അതുവരെയുള്ള നിങ്ങളുടെ പെരുമാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കും. അതുവരെ മറ്റുള്ള ആളുകളോട് ആ വ്യക്തി എങ്ങനെ പെരുമാറി, ഇപ്പോൾ ആ വ്യക്തി മറ്റുള്ള ആളുകളോട് എങ്ങനെ പെരുമാറുന്നു, ഇതെല്ലാം ഈ വ്യക്തിയുടെ ചിന്തയിലൂടെ കടന്നു പോകും. ആദ്യമായിട്ട് മനഃപൂർവ്വം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും. അങ്ങനെ നിങ്ങൾ വീണ്ടും ആ വ്യക്തിക്ക് മുന്നിലൂടെ അല്ലെങ്കിൽ ആ വ്യക്തി കാണുന്ന ഇടങ്ങളിലൂടെ ആ വ്യക്തിയെ പരിഗണിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തി ആദ്യമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ചെറുതാകുന്നതായിട്ട് ആ വ്യക്തിക്ക് തോന്നും. ഇതൊന്നും നമ്മൾ പറയുമ്പോൾ പ്രത്യക്ഷമായിട്ട് ആ വ്യക്തിയെ നാം കളിയാക്കുകയോ പ്രത്യക്ഷമായിട്ട് എനിക്ക് നിന്നെ വേണ്ട, ഞാൻ ഇത്രയും കാലം നിൻ്റെ പുറകെ നടന്നിട്ട് നീ മൈൻഡ് ചെയ്തില്ലല്ലോ, ഇനി ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുന്നില്ല എന്നീ പദങ്ങളൊന്നും പ്രത്യക്ഷമായി നിങ്ങളുടെ നാവിൽ നിന്ന് വരികയോ ആ വ്യക്തിയുടെ കാതുകളിൽ കേൾക്കുകയോ ചെയ്യാൻ പാടില്ല. ഇതെല്ലാം നിങ്ങളുടെ പെരുമാറ്റങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്കിനി നീ
അത്ര പ്രാധാന്യമുള്ള ഒന്നല്ല. നീ എന്നെ ഇരിക്കുമ്പോൾ ഞാൻ കുറച്ചു കാലം നിൻ്റെ പുറകെ നടന്നു, നിൻ്റെ സ്നേഹത്തിന് വേണ്ടി യാചിച്ച് നടന്നു. നീ എന്നെ ശ്രദ്ധിച്ചു പോലുമില്ല. നിനക്ക് മറ്റു ചിലരായിരുന്നു പ്രധാനപ്പെട്ടത്. എന്നാൽ ഇന്നു മുതൽ ഞാൻ ആ ട്രാക്ക് മാറിയിരിക്കുന്നു. ഞാൻ എൻ്റെ നേട്ടങ്ങൾക്കും എനിക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള മറ്റു ചിലർക്കൊപ്പം, അല്ലെങ്കിൽ നിന്നെ ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിലും നീ എന്നെ പരിഗണിച്ചില്ലെങ്കിലും എനിക്കിനി നിന്നെ പരിഗണിക്കാൻ സമയമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തി ആദ്യമായിട്ട് ആ വ്യക്തിയുടെ നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കും. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റണമെന്നോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം വന്നുകൊണ്ട് ആ വ്യക്തി തിരിച്ച് ചിന്തിക്കണമെന്നോ നിങ്ങൾ വിശ്വസിക്കരുത്. ആ വ്യക്തിയുടെ ഉള്ളിൽ ആദ്യമായിട്ടൊരു നഷ്ടം കുറിക്കപ്പെടും. അങ്ങനെ നിങ്ങൾ ഭൗതികമായ നേട്ടങ്ങൾക്ക് മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ തൊഴിൽ, നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ, ബന്ധങ്ങൾ, നിങ്ങളുടെ അംഗീകാരങ്ങൾ, ഇക്കാര്യത്തിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം. അല്ലാതെ നിങ്ങൾ സ്വയം നശിച്ച് സ്വയം നഷ്ടപ്പെട്ടു വരുമ്പോൾ ആ വ്യക്തി കൂടുതൽ ആശ്വസിക്കുകയുള്ളൂ. കാരണം ഞാൻ വേണ്ട എന്ന് വെച്ചത് നന്നായി, ഇങ്ങനെയായിരുന്നല്ലോ പര്യവസാനം. അതല്ല, നിങ്ങളുടെ ഏറ്റവും നല്ല മുന്നേറ്റങ്ങൾ ഇനി കാണണം. നിങ്ങളുടെ ഏറ്റവും നല്ല ഉത്തരവാദിത്വവും ഭൗതികമായ നേട്ടങ്ങളും, നിങ്ങളെക്കുറിച്ച് ആളുകൾ നല്ലത് പറയുന്നൊരു അന്തരീക്ഷം ഉണ്ടാകുകയും ആ വ്യക്തിയെ നിങ്ങൾ അവഗണിക്കുന്നു, നിങ്ങൾക്ക് സംബന്ധിച്ച് ആ വ്യക്തി ഒന്നുമല്ല എന്ന് ആ വ്യക്തിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഈ ഒരു തലം വിജയിക്കുന്നത്. അത് പൂർണ്ണമായ വിജയമായിരിക്കും. ആ വ്യക്തി നിങ്ങൾക്ക് പുറകെ വന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ഭവ്യതയോടെ ഒന്ന് നിൽക്കാമോ എന്ന് ഭവ്യതയോടെ പറയും. കാരണം ഇത് മനുഷ്യ മനസ്സാണ്. ലോ ഓഫ് അട്രാക്ഷൻ്റെ 100% ഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. ഇതിൽ നിങ്ങളെ സ്നേഹിക്കാത്തവർ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ്. ഈ വാക്ക് അർത്ഥപൂർണമാകും നിങ്ങളതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ അത് അനുവർത്തിച്ചാൽ. നിങ്ങളുടെ മനസ്സിലാണ് വേണ്ടത് ഇതിൻ്റെ തന്ത്രങ്ങൾ, നിങ്ങളുടെ മനസ്സിലാണ് വേണ്ടത് ഇതിൻ്റെ ആത്മവിശ്വാസം. അങ്ങനെ മുന്നോട്ട് പോകുക, നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.